പട്ടിയാണെങ്കിൽ ചോറിന് വേണ്ടി നോക്കിക്കുന്നു. അത് കൊള്ളാം, കൊതി കൊള്ളാം, ഇത് കൊള്ളാം. പോലെ പോലെ ഒന്നും കൂടെ ഒന്ന് വിളിക്കട്ടെ. അപ്പൊ എന്തിനാ പറയണേ ഡയലോഗ്? എന്നിട്ട് അവന്റെ മൂട് പോയി, ഇനി അവൻ ഒന്നും പറയൂല. ഇനി അവൻ എന്നെ അതാണ് ഞാൻ പറഞ്ഞ അളിയാ ഈ ബാബു പഴയ സാറല്ലേ എന്റെ മറ്റൊന്നുമില്ലല്ലേ? ഏത് പഴയ സ്വഭാവം? നമ്മളെ ചെയ്യാൻ പോയി ഒറ്റക്കെട്ട്, മനസ്സിലായില്ലേ? അടേ നീ മറ്റേ പിത്തൽ ഫ്രീസറിൽ വെച്ചടാ, പക്ഷെ താക്കോൽ എടുക്കാൻ മറന്നുവേടാ. പക്ഷെ വേറെ കേസാട്ടാ ജനക്കണ്ണ, പിത്തലിന്റെ ബാഡി കിട്ടിയേട്ടാ നമുക്ക്. ആ ബാഡി തായ്ലൻഡിൽ കിടന്നാണ് കിട്ടിയത്. തായ്ലൻഡിൽ ഒരു മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്നേ. അവര് നോക്കിയപ്പോഴേ അണ്ണാ അവർക്ക് അതിശയം അണ്ണാ, എത്ര ദിവസം വെളിയിൽ വെച്ചിട്ടും ചെയ്യാത്തൊരു മൃതശരീരം. ചീയുന്നില്ല, ചീഞ്ഞ് നാറുന്നില്ല. കാരണം ഓൾറെഡി ദ്രവിച്ച് നശിച്ചിരിക്കും. ശരീരം മൊത്തം ആൾക്കാവളല്ലേ, എങ്ങനെ നശിക്കാനാണ്? മനസ്സിലായില്ലേ? അതായത് അല്ല ചന്ദ്രൻ, നീ ആ പണ്ട് പറഞ്ഞിട്ടില്ലേ ഈ പിത്തൽജി എത്ര പറഞ്ഞിട്ടും പുഴുക്കുന്നില്ലല്ലോ എന്ന്. അതാണ് ശരിക്കും, മരിച്ചിട്ട് പോലും പുഴുക്കുന്നില്ല. അതുപോലെ ഹിമാലയത്തിൽ ബോഡി പോലെ ഇരിക്കും. ചന്ദ്രൻ നീയും കൂടെ ഉണ്ടെങ്കിൽ ശവത്തിനൊരു കൂട്ടായി തന്നെ. പക്ഷെ പിത്തൽജിന്റെ തല ദ്രവിച്ചില്ലെന്ന് പറഞ്ഞ, തലച്ചോറ് വേണ്ടേ? ആ കേസിൽ ചന്ദ്രന് സേഫാണ്, തലച്ചോറ് ദ്രവിക്കൂല. വേണ്ടേ എല്ലാ കാലിന്റെ ഇടയും ചന്ദ്രൻ ഒരുപാട് ഏജന്റുകൾക്ക് ഉപകാരപ്പെടും. ഒരുപാട് വലിയ ഓട്ടാളുണ്ടല്ലോ മറ്റേ. മറ്റേ പക്കിയൊക്കെ വേണ്ടിട്ടുള്ള ഇതായിട്ട് വെക്കാല്ലേടാ. മറ്റേ മുട്ട പെരിച്ചാരിയൊക്കെ വന്ന് ചന്ദ്രനെ പ്ലഗ് ചെയ്തു പോയാ അവൻ എണീച്ചിട്ട് കമോൺ ബേബി എന്ന് പറയും. ആരാണ് കഷ്ടപ്പെട്ട് ചിരിച്ചത് എന്റെ ഇടയിൽ? ചന്ദ്രൻ പോയടാ. ചന്ദ്രന് മനസ്സിലായിട്ടാ, കാര്യം പിടി കിട്ടി കേട്ടോ. ചന്ദ്രൻ ഞാൻ പറഞ്ഞതാ, ചന്ദ്രൻ വെറുപ്പിച്ചാലേ പോവെന്ന്. അലീനെന്നായിരുന്നു, ഞാൻ അളിയാന്നായിട്ടോ. അല്ല ചന്ദ്രൻ മോട്ടിവേറ്റ് ചെയ്യണം. നീ ഒരാണല്ലേ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഇങ്ങനെ ഓടിപ്പോവാണ് വേണ്ടത്. കൂടെ വന്ന് നിന്നെ തിരിച്ചു പറ, എന്റെ ഭർത്താവിന്റെ ആണത്തെ തെളിയിക്കുന്നു. പേരെന്തായിരുന്നു? ആ ഞാൻ വർക്കിച്ചനൊക്കെ നല്ല കാര്യം പറഞ്ഞായിരുന്നു. അലീന പോയി മൂട്ടി വിട്. ചന്ദ്രൻ പറയുമ്പോ ഓടിപ്പോവാതെ എല്ലാരും ഫ്രണ്ട് വന്ന് ആണത്തെ മൂട്ടി വിടാൻ തരും മൂട്ടയാ. ഈ കെട്ട താമസിക്കാണെങ്കിൽ നമ്മള് കൂടെ അല്ലല്ല, അവനെ നോക്കിയതാ. തമാശയായിട്ടെങ്കിൽ തോന്നണ്ടേ? ഞാൻ പറയട്ടെ, നമ്മളെ കൂട്ടത്തിലൊരു സ്റ്റാൻഡേർഡ് ചെയ്യണം. ഇതെന്തിനും ഒന്നും പറയാതിരുന്ന കൂടെ ഒന്ന് ചിരിച്ചു തന്നാലും കുഴപ്പമില്ല. ഇത് ഭൂമി തമാശ പറയുന്നത്. ഈ പിന്നെ ഒരു കാര്യം, ഞാൻ അണ്ണൂന്റെ കൂടെ കേട്ടികളെ ഞാൻ എന്റെ പേജ് എന്തൊരു ഫാൻ പേജാ. നിന്റെ ഒക്കെ കോമഡി മാത്രം ഇടാൻ പറ്റും. എനിക്കും ആക്കണം. നിലവാരമുള്ളത് പറഞ്ഞാൽ മതി. ആരാ അച്ചാന്ന് വിളിക്കുന്നത്? ആലോചിച്ചേ, നീ ഒന്ന് ആലോചിച്ചിട്ട് അച്ചാന്ന് വിളിക്കുന്നത്. ആരാ അച്ചാന്ന് വിളിക്കുന്നത്? എന്താ മോനെ അച്ചാന്ന് വിളിച്ചാ? ഇല്ലല്ല, ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല. അത് എന്തളിയാ? ഞാൻ ഇവിടെ പോവാണ്. അറിയാൻ വേണ്ടി പറയണ അവരടുത്ത് നീ
അതെ നീ പോലെ പ്ലീസ്, നീ പോലെ, നീ വന്നപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഞാൻ പോയി കഴിഞ്ഞാ അവരെ എറിയെന്ന് പറയാൻ നീയാണ് കേട്ടോ. നിന്നെ അതെ നമുക്ക് നോക്കാം, നമുക്ക് ടീം ആവാൻ നോക്കാം. നീ പോലെ അളിയാ, നീ പോയ എന്റെ മണ്ടയ്ക്കാവോ അളിയാ, പ്ലീസ് അളിയാ. ഇപ്പോഴൊരു നീ വന്നപ്പോഴും എനിക്കൊരു സന്തോഷമായ, പ്ലീസറാ. അപ്പൊ തന്നെ കിട്ടി തുടങ്ങിയല്ലേ? ഞാൻ വന്ന് ഇറങ്ങി കാല് കുത്തിയപ്പോ നീ കിട്ടിയതാ തന്നെയല്ലേ? ഇത് ഞാൻ കാര്യം പറയട്ടെ. നമ്മള് മൂന്നരും ഒരുപോലെ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ അവനെ പൂട്ടാം. പക്ഷെ ഇടയ്ക്ക് നിന്നെ ഊമ്പിച്ചോണ്ടല്ലോ. ഇല്ല ചന്ദ്ര, എന്തെങ്കിലും ചളി പറഞ്ഞ അപ്പഴേ ചിരിച്ചോണം, കൂടെ ഇപ്പൊ പോയിടണം എന്നെ നോക്കിക്കോ. അപ്പൊ അവന്റെ മനസ്സിലുള്ള അല്ല ഇപ്പൊ പോയിട്ട് നമുക്ക് അത് തുടങ്ങട്ടെ, കുറച്ചൊന്ന് കഴിയുമ്പോ തുടങ്ങാം. അതാ പറയാ, നീ പോകുമ്പോ എന്നെന്തെങ്കിലും ജസ്റ്റ് ഒന്ന് എന്റെ സപ്പോർട്ട് ചെയ്ത് നിക്കണ്ട. പോകുമ്പോ എന്തിനു വിളിച്ചെന്ന് ചോദിക്കുമ്പോ എത്തിരി പറയണം. എന്താ ഞാൻ ചുമ്മാ പറയാം, എന്റെ കാല് പിടിക്കാൻ വേണ്ടി വിളിച്ചാൽ ചുമ്മാ പറയാം. റോട്ടുമില്ലാടി അലീനും ചന്ദ്രനും വാറ്റണ്ണനും ഉണ്ട്. ഇത് അവസാനം എനിക്ക് എന്നെ വരും, ഇതെന്റെ അവസാനം എനിക്ക് എന്നെ വരും, എനിക്ക് അവസാനം എന്റെ മണ്ടക്ക് എന്നെ വരും. ഞാനുണ്ടല്ലോ ഫിത്തി തുഴച്ച് കുറച്ചോളായി കേട്ടോ. പുതിയ പേജൊക്കെ തുടങ്ങിയിട്ട് അത് വലിയ പ്രോബ്ലം അടിക്കണമെങ്കിൽ എന്നെ വയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. ചന്ദ്രയുടെ കൊണ്ടുപോയത് അല്ലല്ല ചന്ദ്ര നമ്മളെ ഗ്യാങ്ങിന്റെ സ്ലോട്ടിന്റെ കാര്യം പറയാൻ പറ്റും. സ്ലോട്ട് തരാൻ കൂടെ നിക്കണതല്ലേ? അത് നമ്മള് ചെറിയ ഒരാളെ വലിച്ചിടാൻ വേണ്ടി നമ്മള് ഒരു ഇതാക്കിട്ടത്. അപ്പൊ അതിന്റെ പ്ലാൻ ആയിരുന്നു. അങ്ങനെ അതൊന്നല്ല, നമ്മുടെ ഗ്യാങ്ങിൽ തന്നെ കുറെ കള്ളന്മാരുണ്ട്. അതാണ് സത്യം. അങ്ങനെ കുറെ മാരുണ്ട്. അവന്മാരൊക്കെ മാറ്റി തന്നെ ഒരുപാട് സ്ലോട്ട് കിട്ടോടെ. അറിയണ്ടല്ലോ. പിന്നെ ചന്ദ്രൻ രണ്ടാണെങ്കിലും ഒരെണ്ണം ചന്ദ്രൻ എടുക്കും. ഒന്നുമില്ലടാ അവനെ. ബാബുവിന് ഉള്ളതാണെങ്കിൽ അയ്യേ ചന്ദ്ര ആളെ ഇറക്കിയിരിക്കണ്ടാ. നമ്മളാരെ ഇളക്കിയത് ബാബു. നല്ല കൗണ്ടർ പറഞ്ഞാൽ ചിരിക്കും ആൾക്കാർ. മനസ്സിലായോ ബാബു? അല്ലെ നമ്മളെ പട്ടിക്കൂട് പണിയാൻ വേണ്ടി ബംഗാളി വിളിച്ചില്ലേ? ഇതാ വന്നിട്ടുണ്ട് ബാബു ബംഗാളി. കൂട് പണി കഴിഞ്ഞപ്പോ വാറ്റാ ചന്ദ്രനാ കിടക്കണേ. കേട്ടില്ല ആ കൗണ്ടർ ആയിട്ടില്ല. അച്ഛന്റെ അടുത്ത് ചോദിച്ചാൽ ജീവിച്ചിരിപ്പുണ്ടാക്കി പുള്ളി പറഞ്ഞു തരും. ബാബുവിന്റെ കൂടെ കൂടണോ ചന്ദ്രന്റെ കൂടെ കൂടണോ? നമ്മൾ ഇന്നേ സിറ്റി പോലും കണ്ടില്ല ബാബു. നിന്റെ ഉള്ള പേര് പറ. നിന്റെ ഓടി വന്ന് പിള്ളേരുണ്ടാക്കണം. നിന്റെ പോലെ എനിക്ക് തന്റെ നിന്റെ തന്റെ പേര് എടാ ബാബു, ഞാൻ നിനക്ക് തന്ത ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എനിക്ക് അച്ഛനെ പേര് പറയാം. പക്ഷെ നിന്റെ മനസ്സിലായ എനിക്ക് ഏതെങ്കിലും പേര് പറയായിരുന്നില്ല. ഈ ചത്ത കാര്യം പറ. തന്തല്ലാത്തവരെ നീ കുറെ നേരത്തെ നിന്റെ ജീവിച്ചിട്ട് കാര്യം പറ. ഇവനെ സംസാരിക്കാൻ കൊള്ളൂല. നിങ്ങളെ പേരെന്താ?
എന്താണ് പേരറിഞ്ഞാലും നീ സംസാരിക്കൂ. അതല്ല എനക്ക് ഞാൻ 2 മണിക്കൂറായിക്കാൻ വന്നിട്ടുള്ളൂ ഒന്ന് പറഞ്ഞു എനിക്ക് ആരെയും ആ, കൂട്ടലില്ല. 2 മണിക്കൂറല്ല നീங்க വന്നാണ്. ഇവിടെ സിറ്റിയിൽ പുതിയ ഗൈഡ് ഉണ്ട് കൊണ്ടുപോയി. ബാബു ചന്ദ്രൻ sorry. കൂടെ പൊക്കോ, ബാബു വീണ്ടും സോറി. എടാ ഗോകു നീ അടിമയല്ലേ കൂടെ പൊക്കോ. കൂടെ പൊയ്ക്കോ. അതാകുമ്പോ നിന്റെ ഇല്ലാത്ത തൊളയില്ലാത്ത ചന്തിയില്ല, തൊളയിട്ട് തരാവേ. അവൻ സൂപ്പർ പയ്യനാണ് അതിന്. എടാ മാറ്റേ ചന്ദ്രനോടെ പോയി കഴിഞ്ഞാൽ അതാണ് അളിയാ ഞാനൊരു കാര്യം പെട്ടാ അവൻ കോ ലീഡർ അല്ലേ, അവൻ പറഞ്ഞ് സ്ലോട്ട് ഒപ്പിച്ചതാന്ന്. തന്നെ അവൻ മാത്രമല്ല അവൻ ഇല്ലാത്ത തന്തി ഒപ്പിച്ചിട്ട് നീ പോകുന്നുണ്ടോ അതിലൂടെ? ഞാൻ അതിലങ്ങ് വീണു പോയി ബാബു. എടാ പന്നെ, എടാ നിന്നെ നോക്കിയെടുക്കാറുണ്ടോ നീ? കേക്കടാ ഹലായ, നീ ഒറ്റത് കാണാൻ എന്റെ ജീവിതം കോഞ്ഞാട്ടായത്. എനിക്ക് അവരെ കേൾക്കുന്നുണ്ടോ? അവ ഇട്ടില്ലായിരുന്നു, വരുമ്പോ ഞാൻ ഇട്ടാ പേര് വിചാരിച്ചാ മതി. അളിയാ എടാ നിനക്ക് എന്തിന് പെട്ടെന്ന് എങ്ങനെയാടാ പൂണ്ടിരാജ് എന്നുള്ള പേര് വന്നത് വായില്? ഇവന്റെ സംസാരവും ആ നിപ്പും എല്ലാം അതിലൊരു മാച്ചിങ് ഉണ്ടോ നോക്കിയാണ്, ശ്രദ്ധിച്ചു നോക്കിയാ കണ്ണാടി പെട്ടെന്ന് കണ്ടപ്പോ അങ്ങനെ വിളിച്ചു പോയതാ. ആ മീച്ചി അങ്ങനെ മോനെ. ഇവനെ എപ്പ കാണാൻ തോന്നിയത് എനിക്ക് എന്റെ ജീവിതം കോഞ്ഞാട്ടെ. ഓക്കെ അല്ലേ രാജേട്ടാ? രാജുവേട്ടനാ? അല്ല ആര്? സോറി രാജേട്ടാ. ചേട്ടനാ? അല്ല ഏട്ടനൊക്കെ അല്ലേ? ഏട്ടൻ്റെ ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലായി. എനിക്ക് ആ ശാലിന്റെ തുമ്പെന്താണ് ഹയ്യാവോ നോക്കട്ടെ. അല്ല ഞാൻ ഇടുന്നില്ല. മണപ്പിക്കല്ലേ? ഇപ്പൊ സൂപ്പർ ആളിയാ കാണാൻ. അതെ ഞാൻ മഴക്കാലത്ത് കിട്ടോ എടാ പൊന്നു മോനെ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. അണ്ണാ തന്തയില്ലാത്തവന്റെ മോൻ അണ്ണാ അല്ല നമ്മളോടെ സെറ്റ് ആകത്തില്ലേ? ഇത് കോഴി എന്റെ പുറത്ത് എറിയിരിക്കുന്നത് വാറ്റേ ഇറങ്ങണ വാറ്റേ ഇവാരാ ഇതപ്പോന്നോ മുതുക്കിയൊന്നും എല്ലാം നമ്മളോടെ കേറിയ. ഇതിപ്പോ മുതുക്കിയത് ആളുറക്കല്ലേ ഇവിടെ വന്നത്. മുതുക്കൊക്കെ നമ്മളെ തോളി കേറി. കത്തി എടുക്കല്ലേ ചന്ദ്രനാട്ടാ, ഇത് ലൂവന്മാരെ വന്നേണ്ടാ. ഓർമ്മയില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, കൊറേ കൂടെ സാധനം വരും മുഖത്തും തലയിൽ കൂടെ ഇടും, നമുക്ക് മനസ്സിലാവും. എനിക്കെന്തോ അടിക്കുന്നുണ്ട്. എനിക്ക് ഇത് പ്ലാൻ ആണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇവിടെ കൊറേ കണ്ടന്റ് ഇപ്പൊ വരും. പ്ലീസർ എഡിറ്ററെ ഇപ്പൊ തന്നെ ഉണ്ടാക്കിട്ടാ മോനെ. ഞാൻ ചില എന്റെ കുറച്ച് തീരുമാനങ്ങളെ കുറിച്ച് ഞാൻ ആലോചിക്കുമായിരുന്നു. എന്റെ വിഷമം കേട്ടവൻ പട്ടിയെ പോലെ തുള്ളിപ്പോയത്. കുറച്ചുകൂടെ ഡിപ്രഷൻ ആക്കാനാ പട്ടി വന്നത്. ആളിയാ ഓ ആളിയാ സർക്കാർ ഞാനൊരു കാര്യം നിന്റെ അളെ, എനിക്ക് ചില തീരുമാനങ്ങൾ, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാവുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലേ. എന്താണ് നിനക്ക് ഇപ്പൊ തെറ്റിപ്പോയതായിട്ട് തോന്നി? അവസാനമായിട്ട് തെറ്റിപ്പോയെന്ന് പറഞ്ഞ തീരുമാനം എന്തിനാണ്? അച്ഛനില്ലാത്തവന് ഒരു അച്ഛനായിട്ട് കൂടെ നിന്ന് ഞാൻ, അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അല്ല എടാ അത് ഞാൻ കാര്യം പറയട്ടെ. നീ അതമ്പം ബാബുല്ലേ നിന്നെ മനസ്സിലായില്ലേ? അവ ഇല്ലെങ്കി അടുത്തത് നീയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത്. അപ്പം എനിക്കളിയാ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ നിനക്ക് എന്റെ അടുത്ത് വിരോധം തോന്നരുത്. ഇല്ലളിയാ, ഞാൻ തന്നെ വെട്ടിയിടും, കുഴപ്പമില്ല. അവ അങ്ങനെ ഉണ്ടാക്കണ്ട. സബ് ഞാൻ ഉണ്ടാക്കും. സ്വന്തമായിട്ട് ഞാൻ വിറ്റ് ജീവിക്കും. ഞാൻ ഇടും അവനെ. അങ്ങനെ അല്ലെ നീയും കൂടെ എന്റെ അടുത്ത് എന്റെ ഇതാക്കല്ല അളിയാ. ഇല്ലല്ലേ ഞാൻ ചിരിച്ചു പോളിയാ. അവന്റെ തമാശ നല്ലതാണോ, അതാണ് പ്രശ്നം. നിന്റേതാണെങ്കിൽ അളിയാ മറ്റേ ചീഞ്ഞ പുഴുത്ത തരാം.
എടാ എല്ലാരും പറഞ്ഞു 2020 ഗോ ബാക്ക് അടിച്ചത് ആ ലെവലിൽ നോർത്തിലല്ലോ സൗത്തിലല്ലോ ഉണ്ടായത്. അല്ലല്ല നോർമലി എല്ലാം സാധാരണ പോലെ. ബാബു ബാബു എടാ വാച്ച് ഭയങ്കര പ്രതിസന്ധിയിലാണ്. അളിയ ഞാൻ വിഷമത്തിലാളിയാ. കൊറേ നാളായിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പൊ ടിവിയുടെ അകത്ത് വന്നിട്ടേടാ അവന് വെടിവെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം അവന് സ്ലോട്ട് ഇല്ല, മനസ്സിലായില്ലേ? അപ്പൊ ഇവ എല്ലാരടുത്തും കുനിഞ്ഞു വരെ കാല് പിടിച്ചു വരെ ചോദിച്ച്, എന്നിട്ട് പോലും മനസ്സിലായില്ലേ എല്ലാരും മനസ്സിലാടാ ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള പ്ലേയേഴ്സ് അല്ലേ. അപ്പം ഒരു വിധത്തില് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആർക്കും ഒന്നും മാർക്ക് കൊടുക്കാനും പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്, മനസ്സിലായില്ലേ? അപ്പൊ നിനക്ക് നിന്നെ കാട്ടി കഴിവ് കുറഞ്ഞ ആരെങ്കിലും അതിലുള്ളതായിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ? അളിയ ഒരു എല്ലാരും ഒരേപോലെയാണ്, മനസ്സിലായില്ലേ? ഞാനിപ്പോ മെയിൻ പ്ലേയേഴ്സിന്റെ അതേ ഇതാണ് എനിക്ക് കഴിവ്. ആരുമായിട്ടാണ് നീ നിന്നെ കമ്പയർ ചെയ്യുന്നത്? അതില് സ്റ്റീവായിട്ട് നിനക്ക് എന്തിനാ കൈ ഒടിഞ്ഞ സീവേ ഞാൻ ഒരു കാര്യം പറയാം, 2 ദിവസം വെളിയിലിറങ്ങണ്ട. നല്ല പ്രാക്കുണ്ട് കേട്ടോ നിനക്ക്, നല്ല പ്രാക്കുണ്ട്. 2 ദിവസം വീടിന്റെ വെളി ഇറങ്ങണ്ട. അല്ലല്ല ബാബു, നമുക്ക് എന്തിനേം പറ്റൂടാ, നിനക്കും കേറണ്ടേ? എനിക്ക് കേറണപ്പോ ഒരാളല്ലേ ഇവിടെ ഉള്ളു സ്റ്റോട്ട് ഒപ്പിക്കാൻ പറ്റിയ, ഒരാളെ കൂടെ ഒപ്പിച്ചിട്ട് ഒരുമിച്ച് ദിശയെടുക്കാം. അല്ലല്ല വേറെ ആരെങ്കിലും ഉണ്ടോടാ? ചന്ദ്രനുണ്ട്, ലോലിനുണ്ട്, SRK ഉണ്ട്. ചന്ദ്രനെ മാറ്റണ്ട, ആകെ പേരിനൊരു ഡമ്മി കോലിയുടെ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിപ്പോ ഒഴിവാക്കിയല്ലേ, പിന്നെ ഞാൻ തന്നെ തിരിച്ച് ഗ്യാങ്ങിൽ കയറി കോലിയുടെ ആവേണ്ടി വരും. ഡമ്മിയായിട്ടല്ല, ശരിക്കുള്ളത് തന്നെ. പറയട്ടെ കണ്ണു വെക്കാതെ, മനസ്സിലില്ല, കണ്ണു വെക്കാതിരിക്കാൻ 1-2 കിട്ടണം എനിക്ക്. PR വർക്ക് നടക്കുന്നുണ്ട്, PR വർക്ക് ഭയങ്കര പുറമെ നടക്കുന്നുണ്ടേ. അല്ല ബാബു, നമ്മള് ടോപ്പിക്ക് മാറിപ്പോണു. അതിപ്പോ ആരെ മാറ്റേണ്ടെന്ന് പറ, എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരാള് ഇങ്ങോട്ട് ചാടി വന്നില്ല, നമുക്കത് തിരിച്ചങ്ങ് വിട്ടാല അപ്പാപ്പനെ. ഞാനൊരു കാര്യം പറയട്ടെ, പുള്ളിയെ കൊണ്ട് എന്തെങ്കിലും കഴിവുണ്ട് റിപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇപ്പം കറന്റ് ഇപ്പൊ മനസ്സിലായില്ലേ, മാറ്റിയാലും പ്രശ്നമില്ലാത്ത മനസ്സിലായി. നിനക്ക് നീ അവിടെ വരുമ്പോ ഒരാൾ പോയിട്ട് അവിടെ നീ വരുമ്പോഴേ വാസിനെ മാറ്റാൻ പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം വാസുവിനെ മാറ്റില്ല, അത് വലിയ മാറ്റാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഞാൻ ഒറ്റ കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും അളിയാ, നീ MRC ഗോകു അല്ലേ അളിയാ? അണ്ണാ ഞാൻ പറയാൻ അങ്ങനെയല്ല അണ്ണാ, അങ്ങനെയല്ല. നിനക്ക് സ്വന്തം നീ ഞാനും എടുത്തെടുത്തോന്ന് പറയും, ഞാനും എടുത്തെടുത്തവരെന്ന് പറയും. ബ്ലൈൻഡ് ആണ്, നമ്മളൊക്കെ ബ്ലൈൻഡ് ആണ്. സോറി, നമ്മൾ ബ്ലൈൻഡ് ആണ്. ബാബു നീ പറയും, ഞാൻ ജീവി അങ്ങനെയല്ല, വേണ്ട, അത് അണ്ണനെ ഹർട്ടാവും. ഇപ്പൊ ഒരു ഡയലോഗ് പറയാൻ പറ്റും, ജസ്റ്റ് അണ്ണ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അല്ല, ഇവിടെ ഒരേ ഒരു ഗ്യാങ്ങി കളിച്ചിട്ടുള്ള 2 പേരേ ഉള്ളൂ എന്ന് പറയാൻ പോയതാണ് ഞാനും എന്റെ അണ്ണനും. ശരിയാണല്ലോ. അതല്ലടാ, അതേപോലെയാണ് അപ്പാപ്പനും KVA TV. അപ്പാപ്പനെ നീ വന്നത് അട്ടപ്പാടിയതല്ലേ? ഞാൻ ഒരു കാര്യം, ആരെങ്കിലും ഒരു ഗ്യാങ്ങിന് ഇടാൻ പറ്റുന്ന പേരാണ് അട്ടപ്പാടി. ഗതിയില്ലാത്തവന്മാര്. ബാബു ഇല്ല, പണ്ട് ചോദിക്കാതിരുന്നേ കേട്ടോ, നീയല്ലേ പേര്? അവന്മാരൊക്കെ കെട്ടി പിള്ളേര് വന്ന് നിന്നെ തല്ലു. അല്ല, പേരിട്ട് നീയാണല്ലോ അട്ടപ്പാടി. എന്റെ അത് മറ്റേ മഹാലിംഗോ. പക്ഷെ സത്യം പറയട്ടെ, അങ്ങനെ കുളിച്ചോണ്ടിരുന്നപ്പോ ഞാൻ കണ്ടത് ചെറിയ ലിംഗോ. അയ്യോ സോറി എന്തിനാ ഷവറിൽ പോയത് മാത്രമേ ചോദിക്കാറ്. അത് ഇവന്റെ ഈഗോയാണ്. ഇവന്റെയും ചെറുത് ആർക്കെങ്കിലും ഉണ്ടോ കണ്ടുപിടിക്കുമ്പോൾ ഭയങ്കര ട്രൈ ചെയ്യും. എന്റെ തിരക്കണ്ണെ വന്ന് നോക്കി ചമ്മി പോയവന്. പിന്നെ ആകാശത്തും കിട്ടിയത് ഇടയ്ക്ക് ചന്ദ്രനെ കണ്ടപ്പോഴാണ്. ബാബുവിന്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുന്നത്. ചന്ദ്രന്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുന്നത്, വയറിലോട്ട്.
ഇല്ല ചന്ദ്രന്റെ കേസ് കള്ളം പറയല്ലേ ഇടയ്ക്ക് മോക്കൂരിന്റെ മരുന്നിട്ടപ്പോ മാറി ഒന്ന് ആലോചിച്ച് നോക്കിയാ ഇവിടെ പോലും ഈ പക്ഷെ സിറ്റി പോലും ഇല്ലാത്തവരെയൊക്കെ എടുത്തിട്ട് അല്ല ചന്ദ്ര എപ്പോഴും പോക്കറ്റിൽ ഒരു ഇത് ഭൂതക്കണ്ണാടി കൊണ്ട് നടക്കും പെടുക്കാൻ പോകുമ്പോ അത് വേണം. ചന്ദ്രന്റെ കൂടെ പഠിക്കാൻ പോണത്. ഒന്നങ്ങോട്ട് ഏക്കണില്ലല്ലോ ഗോകു ഒന്ന് കരയട ഗോകു. എല്ലാം എനിക്കിട്ടതിനെ തിരിച്ചടിക്കുന്നല്ലേ ചന്ദ്രണ്ട്. അയ്യോ ഇപ്പോഴാണ് ഈ സൗണ്ട് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഇടിവെട്ട് വന്ന് വീണ് കത്തിയാ ഗോകു ഫീസ് വലിച്ചു ഗോകു. എല്ലാം പിടിച്ചു ഊരി കേട്ടോ പേടിച്ചിട്ട്. ആള് പാനിക്കാര് കൈക്കോട്ട് എല്ലാ പേരും പിടിച്ചു മാത്രം പാസ്റ്റ് ഒക്കെ ഒന്ന് ആലോചിക്കായിരുന്നു. ബാക്കിയെല്ലാം ഊരി ഇത് മാത്രം പോയില്ല. ഉണ്ട്. സാറൊക്കെ ഞാൻ എന്റെ പാസ്റ്റ് ഒന്ന് ആലോചിക്കുന്നു. ഞാൻ പാത്രം കഴിയാൻ ജീവിച്ചാൽ മതിയായിരുന്നു. പാത്രം മാത്രമല്ലല്ലോ നീ കൈ കൊടുക്കുന്ന മറ്റേ നീ ആ പിസാട്ടിലല്ലേ ജോലി ചെയ്തിരുന്ന മറ്റേ ഇംഗ്ലീഷുകാരന്റെ കൂടെ. കുറച്ചാള് മുന്നേ ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം കേട്ടാ മതി. ഇപ്പൊ മലയാളത്തിൽ കേൾക്കണത്. അതും കണ്ട ബംഗാളികളെ വായിച്ചൊക്കെ കേൾക്കണം പറഞ്ഞാലേ മുമ്പോ ടൈമില്ലേ ആള് പോലും പോയി. സാമാനത്തിൽ കടിക്കാൻ നോക്കുന്ന നീ ഇപ്പൊ പറയാൻ കിട്ടുന്ന ചാൻസ് മലേന്റെ വെള്ളം വരുമോ? ഇതൊക്കെ കണ്ട ഇതൊക്കെ നോക്കിയാ ഫോൺ വിളിച്ച് ഒരു വരവ് നമ്മളൊക്കെ ചത്തറന്ന നോക്കത്തൂല്ലോ. ഞാൻ വിളിക്കും. ഗോകു ഇത് എന്തിനാണെന്ന് അറിയാവോ? നിനക്കിട്ട് കിട്ടാൻ വേണ്ടി അതാണ് നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ, നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ. ആ അല്ല അല്ല ഇയാളെ റെക്കോർഡിങ് ഓഫ് ചെയ്തേ. ആ റെക്കോർഡിങ് ഓഫ് ചെയ്തേ. ഞാൻ എന്റെ മുഖം കണ്ട ഞാൻ കോപ്പി. അതെ സത്യം. അതെ അതെ അളിയ തീയിട്ട് ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ മറങ്ങൂല അളിയ. തീയിട്ട് എന്തിനു പറ്റാ? തീ കത്തിച്ചുവിട്ടാലാ? ആ ഇപ്പോഴത്തെ ഉള്ളതൊക്കെ മറക്കൂലേ. അവന് എന്നെ മറന്നിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ല അങ്ങനെ കുറച്ച് മനസ്സിലായില്ല. അരമണിക്കൂറത്തെ മുമ്പത്തെ കാര്യമൊക്കെ മറക്കത്തുള്ളൂ, അതിൽ കൂടുതൽ മറക്കൂല. എന്റെ മുഖം എന്ന് പറഞ്ഞപ്പോ 5 വർഷം മുമ്പ് കണ്ട മുഖമല്ലടാ, അത് മറക്കാൻ പറ്റുമോ? അത് ഇനി അഥവാ മറന്നാ തന്നെ നിന്റെ ടവൽ എടുത്തോണ്ടിരുമ്പോ മണം അടിച്ച് ഉറവ് വരും. അല്ല ഞാൻ കഴിയത് എന്നെ വെറുതെ കളിയാക്കല്. ഇതെന്താ മരിച്ചിട്ട് പോലും പറഞ്ഞില്ല ഞാനത്. മിന്നി ചന്ദ്രൻ പെട്ടെന്ന് വന്നു. അല്ലെ ചന്ദ്രന്റെ ഫോൺ നമ്പർ എത്ര അളിയാ? 471471. ഹലോ ചന്ദ്രൻ നമ്പർ എന്റെ ഉണ്ടായിരുന്ന അളിയാ. ഹലോ അളിയോടെ വിഷയൊക്കെ ചന്ദ്രന്റെ അല്ല ബാബുനെ ബാബുന് എല്ലാരും കൂടെ തലക്ക് വിലകെടുത്ത് ആക്കുന്നത്. അവൻ ചത്ത് വീഴാൻ ചെയ്ത്. ബാബുനെയാ? ഓ നീ മറ്റേ ഇവിടെ ഇത് എവിടെ അളിയ ഇതൊക്കെ നീ കാണാൻ. ആ വിട്ട ശരി ഏറ്റില്ല. അന്നായിത ആണുങ്ങളെ നമ്പർ മാത്രമേ ഉള്ളൂ. പിന്നെ കളവ്യമാര്
പാവാട ഇറങ്ങാടി. ആളിയാ ആ ബാബു കയ്യാണിടാ ഒന്ന് നിന്റെ ബി പി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡോക്ടറിനെ ആ ബി പി ഒക്കെ ചെക്ക് ചെയ്യാനാണ് മിക്കവാറും check ചെയ്തോ, check ചെയ്തോ. ചാൻസ് ഉണ്ട്. ആരാണ് വാറ്റിന്റെ എണ്ണ മറ്റേ എന്തിനാണ് വിരലൊക്കെ നീട്ടി കാണിക്കുന്നത്? അളിയാ കൈ കാണിച്ചതാ അളിയാ. നീട്ടാൻ വേണ്ടി ഒരു അതിലെ ഉള്ളല്ലേടാ. നോക്കേ പിന്നെ ഡോക്ടറെ പുള്ളിക്കാരനെ മൂത്രം വയ്ക്കാൻ വേണ്ടി കുറച്ച് ഒരു ഭൂതക്കണ്ണടി കൊടുക്കണേ. ഈ ഇത് കിട്ടണവരെ പറയാ. എന്താ സാറേ? ഇല്ല ഡോക്ടർ അല്ല പുള്ളിക്കാരൻ ഒരു ഡോക്ടറെ ഈ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ മാത്രം അനക്കൂലായിരിക്കുന്നു. സാറൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഒന്ന് ചെക്ക് ചെയ്തോ. വിരലല്ല ഇതേപോലെ നിക്കേണ്ട സാറേ നിക്കുന്നില്ല. അതാണ് സാറേ ചെറിയൊരു സെഡേഷൻ തരണുണ്ട് സാറിന്. സെഡ്യൂസ് ചെയ്യല്ലേ. അല്ല എനിക്ക് താല്പര്യമില്ല. കിടന്നെടുത്ത് എന്താ സെഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അയ്യോ അതെ സാറെന്താ ചെയ്ത്? സാറേ കുറച്ചു നേരം ഇതിന്റെ എഫക്ട് ഉണ്ടാവും. പുള്ളിക്കാരൻ പൈസ തരത്തില്ല. അല്ല സാറേ ഒരു മിനിറ്റ് സാറേ, കുറച്ചു നേരം ഇതിന്റെ ഒരു എഫക്ട് ഉണ്ടാവും സാറിന്. അത് കഴിയുമ്പോ ഹെൽത്ത് എല്ലാം ഓക്കെ ആയിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും, ബോഡി പെയിൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ എല്ലാ ചലനവും ശരിയാവും. ഹെൽത്ത് റെഡി ആവാറുണ്ട്. സാർ ഓക്കെ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? തലറക്കൊന്നുമില്ലല്ലോ. സാറേ ചെറിയൊരു കിക്ക് ഉണ്ടാവും സാറിന്. ഞാൻ ഒരു മരുന്ന് തരാം, ടാബ്ലറ്റ് തരും അവര്. ഞാൻ കിക്കില്ല. അതൊക്കെ സാറെന്തര് അല്ല ഇപ്പൊ എന്തിനാണ് ഇത് ചെയ്തത്? സാറിന്റെ ബോഡിയിൽ കൊണ്ടോന്ന് ചെക്ക് ചെയ്തതാ. എന്തര് ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല, ബ്രെയിൻ കാണൂല. സാറ് എന്റെ എല്ലാം എടുത്തോണ്ട് പോയാ? ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കള്ളക്കാരിയൊക്കെ ഇതെന്താ പതുങ്ങിയിരിക്കുന്നത്? എവിടെ എവിടെ എന്തിനു കളഞ്ഞു പോയാ? വെട്ടിക്കൊണ്ട് പോയാ? ഇല്ലല്ല സുന്നത്തല്ല നടത്തിയത്. ഇഞ്ചക്ഷൻ തന്നാണ്. അല്ലെ വെട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോന്ന് തോന്നണ. ചെറിയൊരു കത്തിരി കയ്യിരിക്കുന്നുണ്ടോ? നമ്മൾ നിർത്തി വാറ്റി നിർത്തി. നീ നിനക്ക് ചന്ദ്രന്റെ ടീമിൽ ചേരണോ? ഇല്ല അളിയാ വേണ്ട, സോറി. നമ്മളെ കൂടെ ഓക്കെ. ഓക്കെ ഞാൻ ബാബു നീ അങ്ങനെ കിടന്നപ്പോ ഞാൻ അവനെ വിളിച്ച് വരുത്താൻ നോക്കി, പക്ഷെ നടന്നില്ല. അവൻ TDF കളിച്ചോണ്ടിരിക്കും. നിന്നെ വെട്ടി കണ്ടന്റ് ആക്കിയ നിന്റെ അവിടെ നിക്കുന്ന പച്ച ഡ്രസ് ഇട്ട് അവിടെ ഇല്ലേ അവക്കിട്ടൊരു പണി കൊടുക്കണ്ടേ? പിന്നെ അതും വെറുമല്ല പട്ടിയുടെ പേരിട്ട ജൂലി. നീ വാ നമുക്ക് ഇന്ന് തന്നെ കണക്ക് ഇട്ടത് കണ്ട പൂണ്ടിരാജ. അവിടെ വന്നിട്ട് നമ്മള് ജൂലിയുടെ കാര്യം സംസാരിക്കണം. ജൂലിക്ക് ഫുഡ് കൊടുത്തായിരുന്നല്ല, അത് പട്ടിയാണെന്ന് പറയണം കേട്ടാ. കേട്ടായിരുന്നല്ലോ കേട്ടില്ലോ? എന്തിനു സാറേ? സാറേ രണ്ട് ദിവസത്തിന് ടാബ്ലറ്റ് തരാവേ, അതൊന്ന് എനിക്കെന്താ പ്രശ്നം? എന്താ എനിക്ക് സാറേ ഒരു പ്രശ്നം, ചെറിയൊരു BP കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഓ അങ്ങനെ അത് നമ്മൾ ഇത്രയും ഒരു വട്ടത്തിരുന്ന് കൊടുത്തായിരുന്നു. അതിന്റെ പെട്ടതെല്ലാം കൂടി നമ്മളിപ്പോ ടേംസിലെത്തി ഡോക്ടറെ. നീ തരീതാണോ? അപ്പൊ എന്തിനാ ആക്കി വെച്ചാലാണോ നീ ബാബു? സാറിന് എത്ര തന്നുമായി? സാറേ അത് ഇപ്പം പോയി, എല്ലാം മാറി ഇപ്പൊ എല്ലാം മാറി സാറേ. ടാബ്ലറ്റ് എന്താ നീ അവിടെ പറഞ്ഞു വെച്ചത്? ഞാൻ സംസാരിച്ച മനസ്സിലാവും കേട്ടാ. അണ്ണൻ വാറ്റിന്റെ ചോദിക്കണം കേട്ടോ. ജൂലി ഫുഡൊക്കെ കഴിച്ചായിരുന്നു അവിടെ ചോദിക്കണം കേട്ടാ. ജൂലിയെ പറ്റി നിങ്ങൾ അങ്ങോട്ട് സംസാരിച്ചാൽ മതി. നിന്നെ ടാർഗറ്റ് ചെയ്യുന്നേട്ടാ ജൂലി കുറെ നേരമായിട്ട് വാറ്റേ. അവള് റെക്കോർഡ് ചെയ്തോണ്ടിരിക്ക. എടാ മറ്റേ മറന്നിട്ടല്ലോടാ അത്. ജൂലിക്ക് ഫുഡ് കൊടുത്തിട്ടിരുന്ന? അയ്യോ അല്ല ജൂലിയുടെ കേസല്ല, അവന്റെ വീട്ടിലെ പട്ടിയുണ്ട് ജൂലി. പട്ടിക്കെല്ലാവർക്കും ജൂലി എന്ന പേരാണ് ഇടുന്നേ. അല്ല ഇപ്പൊ 2-3 തവണയായിട്ട് ഞാൻ കാണുന്നില്ല. അങ്ങനെയാ വീട്ടിലെ പട്ടിയായിരിക്കും. ഇല്ല നമ്മളെ സിറ്റിയിലും ഉണ്ട്, അടുത്തുണ്ട്. ജൂലി അങ്ങനെ ഒരു പേര്
ഇല്ലില്ല പട്ടിക്കൊണ്ട് ഉറപ്പായിട്ടുണ്ട് എനിക്കത് തെളിയിക്കാൻ പറ്റും. അതാ നിങ്ങളുടെ വീട്ടിലെ പട്ടിയായിരിക്കും, വേറെ പട്ടി ചോറെടുത്ത് കൊരക്കുന്നു ഇതേപോലെ തന്നെ കറക്റ്റ്. അയ്യോ ഇത് കൊറേട്ട് അംഗീകരിച്ചു ചേട്ടാ. വീണ്ടും കുറച്ചടിക്കുന്നത് ഇന്ന് കറിഞ്ഞാണിച്ചേ. മറ്റേ ദേഷ്യം വരും, ആരായാലും ദേഷ്യം വരും. പഴവും ചോറുവാണോ പട്ടിക്ക് കൊടുക്കാളോ? ആണല്ലോ. പക്ഷെ അനുസരണുണ്ട്. അല്ലല്ല കൊടുത്തു അല്ല ചോറ് കൊടുത്ത് മിണ്ടാതെ തിന്നുന്നുണ്ടല്ലേ, മിണ്ടാതെ തിന്നുന്നുണ്ടല്ലേ. മതി ജൂലിയെ കൊണ്ട് വെറുതെ കടിപ്പിക്കില്ല. അല്ലല്ല ജൂലിയെ പറ്റിയല്ല, പട്ടിയെ പറ്റി. പട്ടിയുടെ പേരാണ് സാറേ. എടാ ബാബു, നീ കാരണം സാർ എന്നെ പ്രാന്തനായിട്ടാ കാണുന്നത്. പ്രാന്തൻ ഗുളിയൊക്കെ തന്നേക്കുന്നു. ഇത് ഒന്നുമില്ല സാറേ, ഇത് ഉറങ്ങണതിനെ കുറിച്ച് മുന്നേ കഴിച്ചാൽ മതി. സാറേ എനിക്ക് ഐസ് പാക്ക് വേദന തോന്നണമെങ്കിൽ ഒരു ഐസ് പാക്ക് വെച്ചത്. ഒന്നും ഇല്ലല്ലോ സാറേ, എന്നിട്ടല്ലേ സാറേ ചതി ഈ ഗുളിക ഈ ഭക്ഷണത്തിന് ശേഷം രാത്രി കിടക്കാൻ നേരത്ത് കഴിച്ചാൽ മതി. നന്ദി സാറേ, നന്ദി സാറേ. സാറ് വെക്കോ നന്ദി. എന്തെങ്കിലും പറ്റിയെങ്കിൽ ഞാൻ പറയാം. ഇതൊക്കെ ഏത് യൂണിവേഴ്സ്? അതെനിക്ക് ബേൺ ക്രീമും ഐസ് പാക്കും തന്നിരിക്കുന്നു. ഇത് എന്നൊക്കെ അടുത്ത് എന്ത് ചെയ്തത്? ഇപ്പൊ കാര്യം മനസ്സിലാടാ. സ്ലോട്ട് കാര്യം കിട്ടി. ടിവിയിലെ ആണുങ്ങളെ മാത്രല്ലേ എടുക്കുന്നില്ല. കാണിക്കാനുള്ള ഐഡന്റിറ്റി ഇല്ല. നമ്മളിങ്ങനെ വെറുതെ നിന്ന് സംസാരിച്ചു. നമുക്ക് ഒരു കാര്യം, ബാബ ഇലക്ഷന് നിൽക്കുമല്ലേ, നമുക്ക് അവന്റെ ഇലക്ഷൻ പ്രമാശനം ഇറങ്ങിയാലോ? അവന്റെ കൂടെ പ്രൊമോഷൻ ഇറങ്ങാൻ ഞാൻ പോയോ? അവന്റെ കൂടെ പ്രൊമോഷന് അവന്റെ കൂടെ പ്രൊമോഷൻ ഇറങ്ങാനായിട്ട് ഞാൻ പോയി. പോയ വഴി അവനെ കണ്ടില്ല. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രേമോ? നല്ല പ്രേമൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് തടുപ്പൊക്കെ വന്നപ്പോഴത്തേക്ക് പ്രേമം വന്നാ? അതെ, കുറച്ചെങ്കിലും ഞാൻ ഒന്ന് സമാധാനത്തോട് ബാബു, ഞാൻ ഒരു സത്യം പറയട്ടാ. നിന്റെ സൗണ്ട് കേൾക്കുമ്പോ എനിക്ക് പ്രഷർ കയറുവാ. നീ ലെബനീസാ മറ്റേ പ്രൈവസിയിൽ ഒരു സംസാരിക്കട്ടെ. ഏത് ലെബനീസാണ്? ഞാൻ ലെബനീസാ. എനിക്ക് പെണ്ണുങ്ങളോടാ താല്പര്യം. ഞാൻ ലെബനീസാ. ബോബിന് വേണ്ടി വരയ്ക്കണം കേട്ടോ, ബോബിന് വേണ്ടി വർക്ക് ചെയ്യണം. ബോബിന് വേണ്ടി വർക്ക് ചെയ്യണം. നമ്മൾ ഇത്രയും പേര് ചെയ്യുന്ന ബോബിനൊരു ബാബു. അപ്പൊ ജോക്കി ഏത് അതൊക്കെ കൂടെ കയറിയിടാം. നമുക്ക് 2 വോട്ടുണ്ട്. ഒരു വോട്ട് എന്താണ് നീ പറഞ്ഞത്? വോട്ടുണ്ട്. അണ്ണാത് കേട്ടില്ലേ? അപ്പൊ ജോക്കി കാലിന്റെ കൂടെ ഇടാന്ന് ചെട്ടി എന്തൊക്കെയാടാ പറയുന്നത്? അണ്ണ ഒന്നും പറയാൻ പറ്റില്ല. അണ്ണ ഇല്ലാത്തപ്പോഴും 4 എണ്ണം പറയാൻ നിർത്തിക്കൊള്ളണം. ഇല്ല എന്തായാലും നിന്നെ എന്തൊക്കെ പറഞ്ഞാലേ ഞാൻ ഈ സംഭവം പറഞ്ഞ ഇതെല്ലാം ആൾ എവിടെ നിന്നൊക്കെ കാണുവേ. അങ്ങനത്തെ ഒരാളാണ് നമ്മള്. അണ്ണാ ഇത് കേട്ടോക്കെ. എൻജോയ് നീ എൻജോയ് അല്ലെങ്കിൽ എനിക്കിപ്പോ കോൾ വരും. എനിക്കിപ്പോ കോൾ വരും. നീ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല. ആ കാരണം പറഞ്ഞ് ഞാൻ തിരിച്ചെടുക്കൂല. അല്ല അതല്ല ഞാൻ പറയട്ടെ, ബോബിനെ ആക്കാൻ നിക്കുകയാണെങ്കിൽ പക്ഷെ ജോക്കിക്ക് അത് വിഷമാവില്ലളിയാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ബോബിനെ ആക്കിയാല് നമുക്ക് ചരിത്രനെ ഈസിയായിട്ട് ജയിപ്പിക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് പേര് മാറിപ്പോയി കേട്ടോ, കാരണം വെളിയിൽ കോൾ വന്നോണ്ടേ ഇരിക്കുന്നു. വിടാതെ വിളിക്കാണ്. ഓ വിടാതെ വിളിച്ചോണ്ടിരിക്കണ. ഇതിന്റെ പേരിൽ ഇനി അടുത്ത ദിവസം എന്താണ് വരുന്നതെന്ന് സ്റ്റീവിനോട് പറയോ ഡിഫറെന്റ്
വിഷമോ മിണ്ടാരി. എന്തിന്? ജനകണ 555 ആരെ നമ്പർ അണ്ണാ? 555 ഹലോ ഹലോ കാർലോ ബോബുടാ കാർലോടെ നമ്പർ ഡേയ് ബോബേ ഇങ്ങനാണ് നീ സ്ലോട്ടിലോട്ടാ ഊബർ ഡ്രൈവറിന്റെ വേഷത്തിൽ SRK പിക്കാൻ വേണ്ടി ഗ്യാങ് ഹൗസിനകത്ത് ആണാ? ടെൻഷനായില്ലേ? ടെൻഷനായി പോയി ഞങ്ങ. നമുക്ക് ഒരുമിച്ചിട്ട് ഇപ്പൊ കേറാം. കുറച്ച് ആൾക്കാരുണ്ട് കളയും. കണ്ണാപ്പിനെ എടുത്ത് കളയും. മോനെ എല്ലാത്തിനും നല്ലത് വരുത്തണം, മനസ്സിലായില്ലേ? നോക്കണ്ട, അടിച്ച് കയറ്റിക്കോണം, മനസ്സിലായില്ലേ? എന്റെ ഫുൾ സപ്പോർട്ട് വേണം. ചിരിക്കണം. അതാടാ ചിരിക്കണം നീ. അതല്ല ഫൗണ്ടറിനെ അടിക്കണം എന്നൊക്കെ പറയണത്. എനിക്ക് വേണ്ടി മാത്രമായിരിക്കുവേ. വേറെ ആരെ മോനെ ഇന്ന് ഞാൻ അറിഞ്ഞത് ഒരു കില്ല് എടുത്തില്ലെങ്കിൽ സ്ലോട്ടിന്റെ വെളിയിൽ നിന്നാണ് ഞാൻ കേട്ടത്. കോമ്പറ്റീഷൻ കൂടിയാണ്. ഇതിപ്പോ കാശ് കൂടുതൽ നിന്റെ അടുത്ത് ആരാ ആദ്യം പറഞ്ഞത്? അണ്ണാ വേറെ കേസ് അണ്ണാ. ഞാൻ പറയട്ടെ, അവരെ ഇത്ര 3-4 വർഷം കാത്തിരുന്ന് കയറിയവരാണ്. അവരെ എന്നുകൂടി റിക്രൂട്ട്മെന്റ് നടക്കുമ്പോ പലയുടെ വേളിൽ നിന്ന് ഫോട്ടോ ഇട്ടോണ്ടിരുന്ന പയ്യനാണ്. അവരെയൊക്കെ ഇനി പോയി ചോദിച്ചിട്ട് എന്റെ സ്ലോട്ട് അല്ലല്ലേ, ഞാൻ വാസുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ന് കില്ലെടുക്കാത്തവരൊക്കെ എടുത്ത് കളയാം. എന്തരളിയാ ഗ്യാങ്ങിൽ കയറാൻ വേണ്ടി മാത്രം GTA സിനിമാറ്റിക്സ് എഡിറ്റിംഗ് പഠിച്ചവനാണ് ഇവൻ. വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം. അങ്ങനൊന്നുമില്ല, എനിക്കിതൊന്നും പഠിക്കാൻ പറ്റില്ല. ഇങ്ങനെ തല കുനിച്ച് വെച്ചിട്ട് ഇവിടെ ഓരോ റിക്രൂട്ട്മെന്റ് തല കുനിച്ച് വെച്ചിട്ട് ഗ്യാങ്ങിന്റെ ഫ്രണ്ട് നടക്കുന്ന റീൽ. എന്താ പരിപാടി? ബാബു 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 ഞാൻ ശ്രദ്ധിച്ചാ നീ പറഞ്ഞോണ്ടിരുന്നപ്പം സരക്കങ്ങ് അത് മൈൻഡ് ചെയ്ത് വിട്ടത് ഇപ്പൊ ചേച്ചി നീ കേട്ടില്ല? നിനക്ക് ലാഗ് അടിച്ചാ പിയല്ല? നീ അങ്ങനെ വിശ്വസിച്ചിരുന്ന അളിയാ നിനക്കും തരും പണി. എനിക്ക് എന്റെ അണ്ണൻ തന്നു കഴിഞ്ഞാൽ എനിക്ക് ഓക്കെയാണ്, നീ തന്നാലും എനിക്ക് ഓക്കെയാണ് പണി. പക്ഷെ അങ്ങനല്ലല്ലോ, ഞാൻ പറയുമ്പോ നീ അപ്പൊ തിരിച്ചു പറയുമല്ലേ പട്ടി. അത് അണ്ണൻ പറയുമ്പോ തിരിച്ചു പറയില്ല, പക്ഷെ നീ പറയുമ്പോ പറയും. അതാണ് വ്യത്യാസം. എനിക്കും അത് പറഞ്ഞില്ലല്ലോ. അല്ല ആരെയോ കൊണ്ട് മനപ്പൂർവ്വം ഇടിച്ച് പൂത്താൻ നോക്കിയവൻ. മോനെ നിന്റെ തല എത്തുന്ന സ്ഥലം അത്ര നല്ലതല്ല. നീ എനിക്ക് ആശീർവദിച്ചിരിക്കുന്നു പോലെയല്ല, നീ ഗുണം പിടിക്കും. ഓക്കെ. പിന്നെ വേറെ ദിവസം നിന്റെ സമയം ശരിയാവണമെങ്കിൽ നിന്റെ അച്ഛനെ നീ എടാ പോടാന്ന് വിളിച്ചു തുടങ്ങുന്ന നിന്റെ സമയം ശരിയായിക്കോളും കേട്ടോ. വിളിക്കല്ലേ, നല്ലതല്ല. അല്ല, അത് എന്ന് നിന്റെ അച്ഛനല്ല നീ മനസ്സിലാക്കുന്നു അന്ന് നീ രക്ഷപ്പെടും. അപ്പൊ നീ അവനെ പോലെ പട്ടായി. അതത്രേ ഉള്ളൂ. അച്ഛന് മോനുണ്ടായ കഥയാണ് നമുക്ക് വിശ്വസിക്കാൻ. നിന്റെ അല്ല അപ്പൊ വന്നതേ വലിയ പുണ്യം. പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടത് നമുക്ക്. പക്ഷേ അച്ഛൻ ഉമ്മ മാത്രം ചെയ്തോളൂ. ഇവരിപ്പോഴും ഇതിൽ തന്നെ നിൽക്കുകയാണല്ലോ. സൂര്യബോസ് നന്നായി വരട്ടെ. ഓക്കെ, അപ്പൊ മലയാളം അളിയാ എന്തായാലും നീ വാറൊന്നും കളിക്കാനൊന്നും നിനക്ക് പറ്റത്തില്ലേ, നീ വെക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അതാണ് കുറച്ചുകൂടെ നല്ലത്, മനസ്സിലായില്ലേ? പക്ഷെ നിനക്ക് മനസ്സിലാക്കാം കേട്ടോ, നീ സ്ലോട്ട് ഇല്ലാത്തോണ്ടല്ലേ സ്പെക്ക് ചെയ്തേ. പണ്ട് ഞാൻ സ്ലോട്ട് ഇട്ടിട്ട് ഇരുന്നോണ്ട് കൊറേ സ്പെക്ക് ചെയ്തിട്ടുണ്ട്. അളിയാ അല്ല എന്റെ അവസ്ഥ അതായിരിക്കും. ഇങ്ങനെ വേണേ മറ്റേ ഇതുപോലെ എന്നെ ഊക്കാനേ ഉള്ളു, ഈസിയില്ലേടാ. നീ പക്ഷെ തിരിച്ചു പറയാം പട്ടി.
എടാ കഴിവില്ലാത്തവരെ വരെ സ്ലോട്ടിൽ കയറ്റി അത് എന്നിട്ട് എന്നെ എന്ത് കയറ്റാത്ത അതാര് ചന്ദ്രനെയോ? അല്ല പണ്ട് നിന്റെ കാര്യം ഞാൻ പറഞ്ഞത് നിന്നെ നോക്കിയതാ മനസ്സിലായി അങ്ങനെയാണെങ്കിൽ എനിക്ക് ശേഷം നിന്നെയും കയറ്റിയല്ലോ. ടാലിയാക്കിയില്ലേ അവിടെ? അല്ല ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചെയ്ത് നീയല്ലേ പറഞ്ഞ ചെയ്ത് നോക്കാൻ. അയ്യോ അയ്യോ മറന്നു. ഉണ്ടോ എന്റെ ഉണ്ട് കാലത്തേക്കുള്ളുണ്ട് ഇത് ഇത് കൊറേ അളിയാ നീ ഇറങ്ങണോ? ഞാൻ ഒന്ന് എല്ലാവർക്കും പോയി ഒന്ന് എന്റെ ഇത് കൊടുത്തിട്ട് പോയല്ലേ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ഞാൻ പയ്യ മുതുകിലോട്ട് ഓട്ടം ഇവിടെ അടിയായിരുന്നു